ഇത് സർക്കുലർ ട്രാക്കിനെ ബേസ് ചെയ്തിട്ട് പ്രിലിംസിലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബി സി 3 പേരുണ്ട്. അവർ ഒരേ പോയിന്റിൽ നിന്ന് സൈമിൾട്ടേനിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രാക്കിന്റെ ലെങ്ത് 1200 അവരുടെ സ്പീഡ് 2, 4, 6. എയും ബിയും ഒരേ ഡയറക്ഷനിലും സി ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരുവാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് ചെയ്യുക. അതായത് രണ്ട് 3 പേരുടെ കൂടി നമുക്ക് ഒന്നിച്ചത് ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലബ് ചെയ്യുക. അതായത് രണ്ട് ആൾക്കാരുടെ വെച്ച് ക്ലബ് ചെയ്യുക. അതായത് ആദ്യം എയും ബിയും മീറ്റ് ചെയ്യുന്നു, പിന്നെ ബിയും സിയും മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെ വിചാരിക്കാം. ആദ്യം എയും ബിയും ആണ് മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, എയും ബിയും മീറ്റ് ചെയ്യുന്നു. പിന്നെ എയും സിയും മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. എയും സിയും മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിൻ്റെ ടൈം കണ്ടിട്ട് ഇതിൻ്റെ എൽ സി എം എടുക്കണം. ഓക്കെ, ഇതിൻ്റെ ടൈം കണ്ടിട്ട് എൽ സി എം എടുക്കണം. അപ്പോൾ എയും ബിയും സെയിം ഡയറക്ഷനാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 2ഉം 4ഉം. അപ്പോൾ എന്ത് ചെയ്യണം? 4 - 2 എൽ ബൈ റിലേറ്റീവ് സ്പീഡ്. എയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നത്. അപ്പോൾ 1200 ഡിവൈഡഡ് ബൈ എന്റെ സിൻ്റെയും കൂടി നോക്കിക്കഴിഞ്ഞാൽ 2ഉം 6ഉം ആഡ് ചെയ്യുക. 6ഉം 2ഉം 8. ഓക്കെ, 8. അപ്പോൾ ഇതിൻ്റെ എൽ സി എം എടുത്തു കഴിഞ്ഞാൽ എൽ സി എം എടുക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൻ്റെ എൽ സി എം ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ എച്ച് സി എഫ്. ഓക്കെ, ഇത് വന്നിട്ടുള്ള എന്തിനാണ്? സെക്കൻഡിലാണ്. അതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 10 മിനിറ്റ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതേ സംഭവം നമ്മൾ തന്നെ നമുക്ക് വേറെ പെയറായിട്ട് എടുക്കാം. വേറെ പെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ എയും ബിയും കൂടി മീറ്റ് ചെയ്യുന്നു, ബിയും സിയും കൂടി മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ എൽ സി എം ആയിട്ട് എടുക്കുന്ന രീതിയിൽ നോക്കാം. അപ്പോൾ എയും ബിയും കൂടി മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി എടുത്തു വെച്ചു 1200/2. ഇനി ബിയും സിയും ആണ് മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ബിയും സിയും എന്ത് ഡയറക്ഷനിലാണ്? ബിയും സിയും വന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ലെങ്ത് ഓഫ് ട്രാക്ക് ഡിവൈഡഡ് ബൈ അവർ റിലേറ്റീവ് സ്പീഡ്. ഓപ്പോസിറ്റ് ആണ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? 6ഉം 4ഉം 10. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയായിരിക്കും വരുന്നത്. 1200 ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫ് 10 മിനിറ്റ്. സോ ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 10 മിനിറ്റ് ആയിരിക്കും ആൻസർ വരുന്നത്.